Hello students, this video is about test of market efficiency. So we have studied efficient market hypothesis. In that we have told that in efficient market hypothesis the investors will not be getting a chance to outperform the market. Whatever information is pertaining to the market, the prices will be reflecting all those information, so there is less chance for the investors to outperform the market. So if the market is inefficient, that means there will be chances for the investor to make a higher profit. So the test of market efficiency is conducted in order to see whether the market is efficient or whether there is any difference between the expected returns of the investor and the returns that is being derived from the market. The test of market efficiency look at whether specific investment strategies earn excess returns. അവിടെയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റർക്ക് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ ഷെയർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റി ചൂസ് ചെയ്തുകൊണ്ട് അയാൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് യൂസ്ഫുൾ ആണോ എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി ചെയ്യുന്നത്. സം ടെസ്റ്റ് ഓൾസോ അക്കൗണ്ട് ഫോർ ട്രാൻസാക്ഷൻസ് കോസ്റ്റ് ആൻഡ് എക്സിക്യൂഷൻ ഫീസിബിലിറ്റി. ആ ഒരു ആസ്പെക്റ്റ് റിട്ടേൺ മാത്രമല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റും എക്സിക്യൂഷൻ ഫീസിബിലിറ്റിയും ഒക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. In every case, a test of market efficiency is a joint test of market efficiency and the efficacy of the model used for expected return. നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാൻ ഉപയോഗിച്ച മെത്തേഡിൻ്റെ എഫിഷ്യൻസിയും മാർക്കറ്റിൻ്റെ എഫിഷ്യൻസിയും ഒരുമിച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. എ ജോയിൻറ്റ് ടെസ്റ്റ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി ആസ് വെൽ ആസ് ദ മെത്തേഡ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. When there is an evidence of excess return in a test of market efficiency, it can indicate that markets are inefficient. Differences ഉണ്ടെങ്കിൽ, എക്സസ് റിട്ടേൺസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? മാർക്കറ്റ് ഇൻഎഫിഷ്യൻ്റ് ആണ് എന്നാണ്. അതായത് എല്ലാ ഇൻഫർമേഷനെയും മാർക്കറ്റിന് അബ്സോർബ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രൈസസ് ഡു നോട്ട് റിഫ്ലക്റ്റ് ഈച്ച് ആൻഡ് എവറി ഇൻഫർമേഷൻ പെർട്ടൈനിങ് ടു ദ മാർക്കറ്റ്, or that the model used to compute expected returns is wrong or both. അപ്പോൾ ഒന്നുകിൽ മാർക്കറ്റ് ഇൻഎഫിഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടെത്താൻ ഉപയോഗിച്ച മെത്തേഡ് തെറ്റായിരിക്കാം. ഈ രണ്ട് ജഡ്ജ്മെൻറ്റിലേക്കാണ് ഈ എക്സസ് റിട്ടേൺ ടെസ്റ്റ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി നടത്തിയിട്ട് എക്സസ് റിട്ടേൺ ഉണ്ടാവുകയാണെങ്കിൽ അത് നീങ്ങുന്നത്. ദെൻ there are a number of different ways of testing for market efficiency, and the approach used will depend in great part on the investment scheme being tested. ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും. നമുക്ക് ഒരുപാട് വേസ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വേ ആണ് ഇവൻറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. An event study is designed to examine market reaction to and excess returns around specific information events. ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ്, അത് വേണമെങ്കിൽ നമ്മുടെ ഒരു മാക്രോ ഇക്കണോമിക് ഇവൻ്റ് ആവാം, അതായത് ഒരു ഇക്കണോമിക് ക്രൈസിസ് ത്രൂ ഔട്ട് ദ വേൾഡ് അതാവാം. അതല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ, ഒരു കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്പെസിഫിക് ഇവൻ്റ് ആവാം. അപ്പോൾ ഒന്നുകിൽ ഒരു മാക്രോ ലെവലിൽ എത്താൻ ഉള്ള ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു മൈക്രോ ലെവലിലെ ഇവൻറ്റോ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവൻ്റ് എടുത്തിട്ട് അതിനെ എക്സാമിൻ ചെയ്യുക. അതാണ് ഇവൻറ്റ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The information event can be market-wide, such as macroeconomic announcements, or firm-specific, such as earnings or dividend announcements. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് what are the steps involved in testing the ഈവൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് എഫിഷ്യൻസി കണക്കാക്കുകയാണെങ്കിൽ what are the steps. ഫസ്റ്റ് വൺ ഇസ് ഐഡൻറ്റിഫൈ ദ ഇവൻറ്റ്. ആ ഇവൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനകത്ത് ദ ഇവൻറ്റ് ടു ബി സ്റ്റഡീഡ് ഇസ് ക്ലിയർലി ഐഡൻറ്റിഫൈഡ് ആൻഡ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഇവൻറ്റ് വാസ് അനൗൺസ് പിൻ പോയിൻറ്റഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി കമ്പനീൻ്റെ ഡിവിഡൻഡ് ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കമ്പനീൻ്റെ ഷെയർ പ്രൈസിൻ്റെ അകത്ത് ചേഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് കമ്പനീൻ്റെ
ഷെയർ പ്രൈസിൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അപ്പോൾ ആ ഒരു ഇവൻറ്റിനെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ഇത് ചെയ്തത് എന്നുള്ളതിൻ്റെ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്റ്റിംഗ് റിട്ടേൺസ് ആണ്. ഓക്കെ, കളക്റ്റിംഗ് റിട്ടേൺസിൽ വൺസ് ഇവൻറ്റ് ഡേറ്റ്സ് ആർ നോൺ, റിട്ടേൺസ് ആർ കളക്റ്റഡ് അറൗണ്ട് ദീസ് ഡേറ്റ്സ്. ആ ഡേറ്റുകളിലുള്ള റിട്ടേൺസ് എത്രയാണെന്ന് നോക്കും. ഫോർ ഈച്ച് ഓഫ് ദ ഫേംസ് ഇൻ ദ സാമ്പിൾ. ഇൻ ഡൂയിങ് സോ 2 decisions ഹാവ് ടു ബി മെയ്ഡ്. അപ്പോൾ അവിടെ നമ്മൾ 2 തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഫസ്റ്റ്, the analyst has to decide whether to collect weekly, daily or shorter interval returns around the event. അപ്പോൾ ആ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫോർ എക്സാമ്പിൾ September 21 ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ സാമ്പിൾസ് എടുത്തിട്ടാണോ പഠിക്കുന്നത് ആ സാമ്പിൾസിൻ്റെയൊക്കെ ആ ഒരു പീരീഡിലുള്ള റിട്ടേണിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് ഒരാഴ്ചയാണോ ഒരു ദിവസമാണോ അല്ലെങ്കിൽ അതിലും ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഇൻ്റർവെലാണോ എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളതാണ് ഫസ്റ്റ് തീരുമാനിക്കേണ്ടത്. രണ്ടാമത്തത്, ദ അനലിസ്റ്റ് ഹാസ് ടു ഡിറ്റർമിൻ ഹൗ മെനി പീരീഡ്സ് ഓഫ് റിട്ടേൺസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ അനൗൺസ്മെൻറ്റ് ഡേറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് പാർട്ട് ഓഫ് ദ ഇവൻറ്റ് വിൻഡോ. ഇവൻറ്റ് വിൻഡോൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇവൻറ്റിന് ശേഷവും ഇവൻറ്റിന് മുമ്പേയും നമ്മൾ എത്ര പീരീഡ്സ് കൺസിഡർ ചെയ്യണം, അപ്പോഴല്ലേ മാറ്റം ഉണ്ടോ എന്ന് അറിയുള്ളൂ ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് അനലിസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇവൻ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തത് ആ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിട്ടേൺസ് എന്താണെന്ന് കളക്ട് ചെയ്യുക. മൂന്നാമത്തത്, അഡ്ജസ്റ്റ് ഫോർ മാർക്കറ്റ് പെർഫോമൻസ് ആൻഡ് റിസ്ക്. ദ റിട്ടേൺ by period around the announcement date are adjusted for market performance and risk to arrive at excess returns for each firm in the sample. അതായത് സാമ്പിളിലുള്ള നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് കുറച്ച് സാമ്പിൾ ഫേംസ് എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സാമ്പിൾ ഫേംസ് എടുത്ത് പഠിക്കുമ്പം ആ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് പെർഫോമൻസും റിസ്ക്കും അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. Say for instance, if the capital asset pricing model is used to control for risk ഉപയോഗിക്കുക കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എക്സസ് റിട്ടേൺ ഫോർ ഡേ ടി, ആ പെർട്ടിക്കുലർ ഡേയുടെ എക്സസ് റിട്ടേണിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിട്ടേൺ ഓൺ ഡേ ടി മൈനസ് ബീറ്റ, അതായത് റിസ്ക്, ഇൻറ്റു റിട്ടേൺ ഓൺ മാർക്കറ്റ് ഓൺ ഡേ ടി, ആ മാർക്കറ്റിലുള്ള ആ പെർട്ടിക്കുലർ ഡേയിലുള്ള റിട്ടേൺ ആൻഡ് ഇൻറ്റു അതിൻ്റെ റിസ്ക് എലമെൻറ്റ്. അതിനെ ഈ ഒരു റിട്ടേൺ ഓൺ ഡേറ്റീൻ്റെ അകത്തുനിന്ന് മൈനസ് ചെയ്താൽ ആ പെർട്ടിക്കുലർ ഫേമിൻ്റെ റിട്ടേണിൽ നിന്ന് മാർക്കറ്റ് റിട്ടേൺ, അതായത് റിസ്ക് അഡ്ജസ്റ്റഡ് മാർക്കറ്റ് റിട്ടേണിനെ നമ്മൾ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എക്സസ്, ഏതാണോ വലുത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതായത് നമ്മൾ മാർക്കറ്റ് പെർഫോമൻസിനെയും റിസ്കിനെയും അവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ക്രോസ് സെക്ഷണൽ ആവറേജ് ആണ്. ദ എക്സസ് റിട്ടേൺസ് ബൈ ഡേ ആർ ആവറേജ്ഡ് അക്രോസ് ഓൾ ഫേംസ് ഇൻ ദ സാമ്പിൾ ആൻഡ് എ സ്റ്റാൻഡേർഡ് എറർ ഇസ് കമ്പ്യൂട്ടഡ്. അപ്പോൾ ഇങ്ങനെ തേർഡ് സ്റ്റെപ്പ് പ്രകാരം നമ്മൾ സാമ്പിളിൽ എടുത്തിരിക്കുന്ന ഇപ്പോൾ ഒരു 5 ഫേമിൻ്റെ സാമ്പിളാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ 5 ഫേമിനും നമുക്ക് എന്ത് കിട്ടും? എക്സസ് റിട്ടേൺ കിട്ടും, റിസ്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എക്സസ് റിട്ടേൺ കിട്ടും. അങ്ങനെ കിട്ടിയാൽ ആ എക്സസ് റിട്ടേൺസ് ഉണ്ടല്ലോ അതിനെ ആവറേജ് ചെയ്യാം. അതിനെ ആവറേജ് ചെയ്തിട്ട് ആവറേജ് അക്രോസ് ഓൾ ഫേംസ് ഇൻ ദ സാമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് എറർസ്, അവ ആവറേജ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നു. ആവറേജ് എക്സസ് റിട്ടേൺ ഓൺ ഡേ ടി കാണാനുള്ള ഫോർമുലയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ പെർട്ടിക്കുലർ ഫേം ഫോർ ദാറ്റ് പീരീഡ് ടി, അതാണ് ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര ഈവൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, നമ്പർ ഓഫ് ഇവൻറ്റ്സ് ആണ് എൻ എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ 5 ഫേം ഉണ്ടെങ്കിൽ 5 ഫേമിൻ്റെയും ER/N കണ്ടിട്ട് ടോട്ടൽ ചെയ്ത് സമേഷൻ, ഇതാണ് നമുക്ക് ആവറേജ് എക്സസ് റിട്ടേൺ കാണാനുള്ള ഫോർമുല. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ആവറേജ് എക്സസ് റിട്ടേൺ കാണുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇതാണ് 4th സ്റ്റെപ്പ്. നൗ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ആവറേജ് എക്സസ് റിട്ടേൺ ഒക്കെ കണ്ടതിന് ശേഷം
എസ്റ്റിമേറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. ഈ കണ്ട എക്സസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. The question of whether the excess returns around the announcement are different from zero, അതായത് എക്സസ് റിട്ടേൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണെന്നാണ്. അപ്പോൾ എക്സസ് റിട്ടേൺസ് ഡിഫറെൻറ്റ് ഫ്രം സീറോ ആകുമ്പോൾ മാത്രമാണ് മാർക്കറ്റ് ഇൻഎഫിഷ്യൻ്റ് ആവുന്നതും നമ്മൾ അതിന് മുകളിൽ ഫർദർ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരുന്നതും. ഇസ് ആൻസേർഡ് ബൈ എസ്റ്റിമേറ്റിംഗ് ദ ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഈച്ച് എൻ. അപ്പോൾ നമ്മൾ അതിനകത്തൊരു ടി സ്റ്റാറ്റിസ്റ്റിക് ഓരോ എന്നിനും ഒരു ടി സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുകയാണ്. ബൈ ഡിവൈഡിങ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബൈ ഡിവൈഡിങ് ദ ആവറേജ് എക്സസ് റിട്ടേൺ, നമ്മൾ സ്റ്റെപ്പ് 4 കാണുന്ന ആവറേജ് എക്സസ് റിട്ടേൺ ബൈ സ്റ്റാൻഡേർഡ് എറർ. അതാണ് ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഈക്വൽ ടു ആവറേജ് എക്സസ് റിട്ടേൺ ബൈ സ്റ്റാൻഡേർഡ് എറർ വെച്ചിട്ട് നമ്മൾ കാണുന്നു. ഇഫ് ദ ടി സ്റ്റാറ്റിസ്റ്റിക്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്, ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ, നമ്മളിപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ 0.05നേക്കാൾ കൂടുതലാണോ കുറവാണോ നോക്കുന്ന പോലെ ഇത് സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ ദ ഇവൻറ്റ് എഫക്ട്സ് റിട്ടേൺസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് റിട്ടേണിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അത് പോസിറ്റീവ്ലി ആണോ എഫക്റ്റ് ചെയ്തത്, നെഗറ്റീവ്ലി ആണോ എഫക്റ്റ് ചെയ്തത് എന്നുള്ളത് ഈസ് ബേസ്ഡ് അപ്പോൺ ദ സൈൻ. The sign of the excess return determines whether the effect is positive or negative. അപ്പോൾ പോസിറ്റീവ് ഇഫക്റ്റ് ആണോ നെഗറ്റീവ് ഇഫക്റ്റ് ആണോ വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ സൈനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആവറേജ് എക്സസ് ആവറേജ് റിട്ടേൺ കാണുന്നില്ലല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ആവറേജ് എക്സസ് റിട്ടേൺ ബൈ സ്റ്റാൻഡേർഡ് എറർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് ഫിഗർ ആണെങ്കിൽ നെഗറ്റീവ് ഇഫക്റ്റ് ആണെന്നും, പോസിറ്റീവ് പ്ലസ് ഫിഗർ ആണെങ്കിൽ അത് പോസിറ്റീവ് ഇഫക്റ്റ് ആണെന്ന് നമ്മൾ കണ്ടെത്തും. ഇതാണ് ഒരു ടെസ്റ്റ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസിയിൽ ഇവൻ്റ് സ്റ്റഡി. ഒരു ഇവൻ്റ് എങ്ങനെയാണ് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുക, ഇവൻറ്റിൻ്റെ ബേസിസിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ മെത്തേഡ്. ഇതല്ലാതെ വേറെയും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ദാറ്റ് വിൽ ഹാവ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.